നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പുതുതായി നിർമ്മിച്ച ഏച്ചൂർ കൊല്ലഞ്ചിറ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. മാസങ്ങൾക്ക് മുമ്പ് മാത്രം പണിതീർത്ത് ഉദ്ഘാടനം കാത്തുനിൽക്കുന്ന വട്ടപ്പൊയിൽ കൊല്ലഞ്ചിറ കൊട്ടാണിച്ചേരി റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയിൽ തകർന്നത്. കൊല്ലഞ്ചിറ വയലിൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഇരുവശങ്ങളിലായി 600 മീറ്ററോളം നീളത്തിൽ കരിങ്കല്ലിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗത്താണ് 10 മീറ്ററോളം തകർന്നത്. വയലിന്റെ ഒരു ഭാഗത്തു നിന്നും മറുവശത്തേക്ക് വെള്ളം പോകുന്നതിന് നിർമ്മിച്ച കൾവൾട്ടിന്റെ അപര്യാപ്തതയും വീതി കുറവുമാണ് തകർച്ചയ്ക്ക് കാരണമെന്നും തകർന്ന ഭാഗം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് തകർച്ചാ ഭീഷണി നേരിടുമെന്നും നാട്ടുകാർ പറഞ്ഞു. കൊട്ടാണിച്ചേരി റോഡാണിത്. നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു റോഡാണിത്. ഈ താറിടാതെ തന്നെ 2-3 വർഷത്തോളം ഗതാഗതത്തിന് അനുയോജ്യമായിരുന്നു. മഴക്കാലത്ത് മാത്രം വളരെ അതുകൊണ്ട് നാട്ടുകാരുടെ സമ്മർദ്ദത്തിനും എല്ലാവരും ആവശ്യത്തിന് വേണ്ടി താറിട്ടു. പക്ഷേ അതിശക്തമായ മഴയിൽ വെള്ളം ഒഴുകിപ്പോകേണ്ട സംവിധാനത്തിൻ്റെ അപര്യാപ്തതയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് തോന്നുന്നത്. 2-3 കൾവർട്ടും കൂടി ആ വളവിൽ നിർമ്മിച്ചിരുന്നെങ്കിൽ വെള്ളത്തിൻ്റെ ശക്തി കുറയുകയും അങ്ങനെ റോഡിന് ഈ അപാകത സംഭവിക്കുകയും ഇല്ലായിരുന്നു നമുക്ക് തോന്നുന്നു. ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും 2 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ 2ാം ഘട്ട പണി പൂർത്തിയാക്കിയത്. കൊല്ലഞ്ചിറ ഭാഗത്തു നിന്നും എളുപ്പത്തിൽ കൊട്ടാണിച്ചേരി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന റോഡായതിനാൽ നിരവധി വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.